സാർ ആദ്യമായിട്ട് സാറിനോട് ചോദിക്കാനായിട്ടുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. നിഫ്റ്റി ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു 26,000 മുകളിലുള്ള ഒരു ലെവൽ കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഒരു അണ്ടർടോണിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 26,300 അടുത്തൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം വന്ന വലിയൊരു മൂവ്മെന്റിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കലായിരിക്കും മോർണിംഗ് സെക്ഷനിൽ. ആഫ്റ്റർനൂൺ സെക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം ബാങ്കിങ് സെക്ടർ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സെക്കൻഡ് സെക്ഷൻ ഒരു പുൾ ബാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റി ഇതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത 1-2 ദിവസങ്ങളിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ട്രേഡിംഗ് ഡേയ്സ് ആണ്. പുതിയ ഹൈയിലേക്ക് ഇന്നലെ തന്നെ ക്ലോസിംഗ് വന്നിരുന്നു. അതേപോലെ തന്നെ പുതിയ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ നോക്കേണ്ടത് ഈ 200 ലെവലിൽ ഒരുപാട് ഡെറിവേറ്റീവിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നു. അതേപോലെ ചാർട്ടിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ 26,300 അടുത്ത ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. സോ അവിടെ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു റെസ്റ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനുള്ള പുൾ ബാക്കോ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്നലെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു. ഇന്നലെ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും പുതുതായിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 59,326 എന്നൊരു ഓൾ ടൈം ഹൈയും നിഫ്റ്റി ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ 60,000 എന്നുള്ള ലെവല് നമ്മൾ വളരെ സൈക്കോളജിക്കൽ ഒരു ലെവൽ തന്നെയാണ്. ആ ലെവലിലേക്ക് ഹെഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. നമ്മൾ അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ബാങ്കില് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇതിനൊക്കെ മുകളിൽ ഒരു 62,000 പോകാനുള്ള എക്സ്പെക്ടേഷൻ ഇപ്പൊ തന്നെ ചാർട്ടിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. എപ്പോഴും ബാങ്ക് ഫേവറബിൾ ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നു. ഒരു പോസിറ്റീവ് വ്യൂസിന് വേറെ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. അതിൽ ചാർട്ട് പാറ്റേണിലും വേറെ ചേഞ്ചസോ ഒരു ഡിസ്ട്രിബ്യൂഷന്റെയോ ഒന്നും കാണുന്നില്ല. വോളിയത്തിൽ ചെറിയ കുറവ് വരുന്നു. അത് ടോപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു രീതിയിലുള്ള ട്രേഡിംഗ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുക. എന്തെങ്കിലും പുൾ ബാക്ക് ഉണ്ടെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിഫ്റ്റി ഐ ടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം ഒരു 2.97% ഒരു നേട്ടമായിരുന്നു നിഫ്റ്റി ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നിഫ്റ്റി ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. നിഫ്റ്റി ഐ ടിയെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു ഇതൊരു കൺസോൾട്ടേഷൻ ലെവലാണ്. നമ്മൾ 37,000 എബോ ഒക്കെ പോവുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ഇയർലി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് എന്ന് മാത്രമാണ് ഇപ്പം പറയുന്നത്. ഇപ്പോഴും നമുക്ക് വളരെയധികം പോസിറ്റീവ് ഔട്ട്കംസ് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ടൈമിൽ ഒരു 40,000 എബോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഇമ്മീഡിയറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സ്റ്റിൽ നമ്മൾ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ ആയിരിക്കും ഈ സമയത്ത് നല്ലത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കുറച്ച് ദൂരം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമ്മൾ ആ കൺസോൾട്ടേഷൻ ലെവലിന്റെ എന്ന് പറയുന്നത് 34,000 ആണ് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു ഷോർട്ട് ടൈം സപ്പോർട്ട് പറയുന്നു. ഈ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നിഫ്റ്റി ഇൻഡെക്സ് ഐ ടി ഇൻഡെക്സ് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോഴേക്കും അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് മാറ്റുന്നതായിരിക്കും നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള. അടുത്തായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു വലിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. അതൊരു ഷെയർ ബൈബാക്കിനൊക്കെ തുടർന്നിട്ട് ഏകദേശം ഒരു 3.68% ഒരു നേട്ടമായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നു. ഇൻഫോസിസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു നേട്ടം തുടരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫണ്ടമെന്റലി ഉള്ള ന്യൂസ് ബൈബാക്കിൻ്റെത്. രണ്ട് അതൊരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളത് പറഞ്ഞിരുന്നു. 1,550 എബോ ക്ലോസിംഗ് ഒക്കെ വന്ന് നല്ലത് പോസിറ്റിവിറ്റി വരികയാണെങ്കിലാണ് ഒരു ട്രേഡ് റേഞ്ച് ഔട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവല് 1,550-160 ലെവലിൽ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടോ, അതിന് മേളിൽ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷമായിരിക്കും നമുക്ക് വളരെ നല്ലൊരു മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ന്യൂസ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത്
പോസിറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ വോളിയം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വോളിയം മികച്ച രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ 1550-60 ലെവലിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു ബ്രേക്ക്ഔട്ട്, ഫ്രഷ് ബ്രേക്ക്ഔട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടി എന്ന് പറയാം. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഇൻഫോസിസിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നത് എച്ച് സി എൽ ടെക് ആയിരുന്നു. ഇൻഫോസിസ് 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ എച്ച് സി എൽ ടെക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 4% മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എച്ച് സി എൽ ടെക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എച്ച് സി എൽ ടെക്കിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ വ്യൂ എന്താണ്? അത് നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും 1760 ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇമ്മീഡിയറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് ഒരു 100 പോയിന്റ്സിന്റെ വ്യത്യാസം നമുക്ക് ഇമ്മീഡിയറ്റ് കാണാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ വോളിയം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചാർട്ടും അതിനനുസരിച്ച് ഫേവറബിൾ സിറ്റുവേഷൻസ് ആണ്. അത് ഈ 1760-70 ലെവലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ വരെ ഫസ്റ്റ് ടൈമിൽ വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പോസിറ്റീവായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും പുൾ ബാക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെ ഇൻഡെക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് കൂടിയാണിത്. ഇപ്പൊ ഗോ വിത്ത് ട്രെൻഡ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് ഹീറോ മോട്ടോകോപ്പിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ അതായത് നവംബർ 10 മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു അപ്സൈഡ് ട്രെൻഡാണ് ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഹീറോ മോട്ടോകോപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റം നിലനിർത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് ഇക്കോണമിക് ആക്ടിവിറ്റീസിൽ ഈ ടൂ വീലർ കമ്പനികളിലെല്ലാം തന്നെ പോസിറ്റിവിറ്റി കാണാനുണ്ട്. അതിന്റെ അതിന്റെ ഒരു ഔട്ട്കം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ ടൂ വീലർ മാർക്കറ്റ് ഷെയറുകളിലും ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, അതേപോലെ സെയിൽസ് കൂടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ ഒരു ചാർട്ട് പാറ്റേണിൽ തന്നെയാണ്, പോസിറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇത് വളരെയധികം ചാർട്ട് പാറ്റേൺ വളരെ സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു 1240-250 ലെവലിലേക്ക് 6250 ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതൊരു കണ്ടിന്യൂഷൻ ഉള്ളെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ടു ഹോൾഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇമ്മീഡിയറ്റ് വലിയൊരു റിവേഴ്സൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല.